ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബി.ജെ.പി. വയനാട് മണ്ഡലത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കും. ആലത്തൂരിൽ ഡോക്ടർ ടി.എൻ. സരസുവും എറണാകുളത്ത് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനും കൊല്ലത്ത് ജി. കൃഷ്ണകുമാറുമാണ് സ്ഥാനാർത്ഥികൾ. 5ാം ഘട്ട പട്ടിക പുറത്തു വന്നതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം ബി.ജെ.പി. പൂർത്തിയാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കുന്നു ബി.ജെ.പി. ആദ്യം കേരളത്തിലെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബൽറാം. റിജിത്ത്, ബി.ജെ.പിയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒട്ടേറെ സസ്പെൻസുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ ബി.ജെ.പി. ദേശീയ നേതൃത്വം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമെന്നും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള മത്സരം അത് രാഷ്ട്രീയ മത്സരം തന്നെയാകണമെന്നും കടുത്ത വെല്ലുവിളി തന്നെ ഉയർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്നുമുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ ദേശീയ നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി. പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും ബി.ജെ.പി. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത്. ആ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നു. ആലത്തൂരിൽ ഡോക്ടർ ടി.എൻ. സരസു, എറണാകുളം സീറ്റിൽ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, കൊല്ലത്ത് നടൻ ജി. കൃഷ്ണകുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരിക്കുന്നു. ഇതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ഒട്ടേറെ വ്യത്യസ്തമായ സമീപനങ്ങൾ ബി.ജെ.പി. സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. നടി കങ്കണ റണൌട്ട് മണ്ഡി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്. പ്രതിഭ സിംഗിനെ, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷയും സിറ്റിംഗ് എം പിയുമായ പ്രതിഭ സിംഗിനെയാണ് മാണ്ഡി മണ്ഡലത്തിൽ കങ്കണ റണൌട്ട് നേരിടുക. ഈ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് കങ്കണ റണൌട്ടിനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഒപ്പം ഉത്തർപ്രദേശിലെ 17 സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. പ്രഖ്യാപിച്ചിട്ടുണ്ട് 5ാം ഘട്ട പട്ടികയിൽ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നേരത്തെ ഉയർന്ന അഭ്യൂഹങ്ങൾ ശരിവെച്ചുകൊണ്ട് പീലിഭിത്ത് മണ്ഡലം ഇത്തവണ വരുൺ ഗാന്ധിക്ക് നിഷേധിച്ചിരിക്കുന്നു എന്നാണത്. വരുൺ ഗാന്ധിക്ക് ഇത്തവണ സീറ്റ് നൽകിയിട്ടില്ല. അതേസമയം മാതാവ് മനേക ഗാന്ധിക്ക് സിറ്റിംഗ് മണ്ഡലമായ സുൽത്താൻപൂർ സീറ്റ് ഇത്തവണയും നൽകിയിരിക്കുകയാണ്. ഈ പീലിഭിത്ത് മണ്ഡലത്തിൽ ജിതിൻ പ്രസാദ്, കോൺഗ്രസ് വിട്ട് എത്തിയ ജിതിൻ പ്രസാദയെയാണ് ബി.ജെ.പി. നിയോഗിച്ചിരിക്കുന്നത്. ഇത് കനത്ത ഒരു സന്ദേശം തന്നെയാണ് കോൺഗ്രസിന് ഇതിലൂടെ ബി.ജെ.പി. നൽകുന്നത്. അതുൽ ഗാർഗ് ഗാസിയാബാദിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നിലവിൽ മുൻ കരസേനാ മേധാവിയായ വി.കെ. സിംഗിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ഗാസിയാബാദ്. അദ്ദേഹം മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകമാണ് ബി.ജെ.പി. 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസ് വിട്ട് എത്തിയ നവീൻ ജിൻഡലിന് മണിക്കൂറുകൾക്കകം തന്നെ സീറ്റ് നൽകിയിരിക്കുന്നു. ഹരിയാനയിലെ കുരുക്ഷേത്ര സീറ്റാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. 2004-ലും 2009-ലും കുരുക്ഷേത്രയിൽ വിജയിച്ച നവീൻ ജിൻഡൽ ഇത്തവണ ആ സീറ്റ് ഇന്ത്യ മുന്നണിയുടെ ധാരണയുടെ ഭാഗമായി ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ്. ഇത്തവണ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പാക്കിയതോടുകൂടിയാണ് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് എത്തിയത്. ഉടൻ തന്നെ ബി.ജെ.പി. സീറ്റ് നൽകിയിരിക്കുന്നു. ഒഡീഷ സംബൽപൂരിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മത്സരിക്കുന്നുണ്ട്. കൂടാതെ കർണാടകയിൽ ജഗദീഷ് ഷട്ടാർ, ബി.ജെ.പിയിലേക്ക് തിരിച്ചെത്തിയ ജഗദീഷ് ഷട്ടാർ മത്സര രംഗത്തുണ്ട്. ബീഹാറിൽ നിന്നും ഒട്ടേറെ മുതിർന്ന നേതാക്കൾ, താര സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. മുൻ സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാൾ മത്സര രംഗത്തുണ്ട്. കൂടാതെ കേന്ദ്രമന്ത്രി രാധാമോഹൻ സിംഗ്, മുൻ കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ റോയ്, കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കൂടാതെ മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് എന്നിവർ മത്സര രംഗത്തുണ്ട്. കൂടാതെ കോൺഗ്രസിൽ നിന്നും എത്തിയ നിരവധി പേർക്ക് സീറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ മറ്റു പാർട്ടികൾ വിട്ട് എത്തിയ ആളുകൾക്ക് എല്ലാം തന്നെ ബി.ജെ.പി. ഇത്തവണ സീറ്റ് നൽകാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. സംബിത് പത്ര പുരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്. ബംഗാളിലാകട്ടെ കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച
വന്ന കർണാടക ഉപമുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ബലഗാവിയിലും നടി കങ്കണ റണൌട്ട് മണ്ഡിയിലും മത്സരിക്കാൻ പോകുന്നു. പട്നയിൽ രവിശങ്കർ പ്രസാദും സുൽത്താൻപൂരിൽ മേനകാ ഗാന്ധിയും ജനവിധി തേടാൻ പോകുന്നു. അതേസമയം തന്നെ വരുൺ ഗാന്ധിക്ക് സീറ്റില്ല. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ നവീൻ ജിൻഡാലിന് കുരുക്ഷേത്രയിൽ സീറ്റ് നൽകിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലെ സംബൽപൂരിൽ നിന്നാണ് ജനവിധി തേടാൻ പോകുന്നത്. ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.